കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. അവര് ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തില്. അവിടുത്തെ ഒരു ഗ്രാമത്തലവന്റെ മകളായിരുന്നു അവര്. മാങ്കോജി ഷിൻഡെ എന്ന ഗ്രാമത്തലവന്റെ മകള്. ആ മകള് വിദ്യാഭ്യാസത്തിലൂടെ സ്വയം പര്യാപ്തയായിക്കൊണ്ട് സമൂഹ ജീവികളോടെല്ലാവരോടും തന്നെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ക്ഷേത്ര ആരാധനയിലൂടെ പോകുന്ന സമയത്ത് പേഷ്വ രാജാവ് അവരെ ശ്രദ്ധിക്കുകയും അവരോട് വാത്സല്യം തോന്നുകയും അവരെ തന്റെ സുഹൃത്തായ മാധവറാവു ഹോൾക്കറിന് പുത്രവധുവായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് അവരുടെ 8ാം വയസ്സിലായിരുന്നു. 8ാം വയസ്സിലാണ് അഹല്യ ഹോൾക്കറിന്റെ വിവാഹം കഴിഞ്ഞത്. തന്റെ കുടുംബത്തിലേക്ക് മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ആ അച്ഛനും അമ്മയും അവരെ സ്വീകരിച്ചത്. തന്റെ മകന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അകറ്റി നിർത്തുകയല്ല, ഭരണകാര്യങ്ങളിലെല്ലാം തന്നെ കൂടെ കൂട്ടുകയായിരുന്നു ആ ഭരണത്തലവൻ. അവന് വിസ്മരിച്ചുകൊണ്ട് വൈദേശികമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഈ രാജ്യത്തെ ഭരണത്തിന് മുമ്പും ഈ രാജ്യത്ത് ഭരണം നടത്തിയ ഭരണാധികാരികളെ ഓർമ്മിക്കാൻ, ആ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത് നടത്തി വരികയാണ്. അതുപോലെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം, ആ ശ്രമത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കാണ് ശ്രീമതി അഹല്യാബായി ഹോൾക്കറെ പോലെയുള്ള ആളുകളെ അവരെ നമ്മൾ സ്മരിക്കുന്നത്. ആ ഒരു ആത്മാഭിമാനം, ആ ആത്മാഭിമാനത്തെയാണ് യഥാർത്ഥത്തിൽ തടയപ്പെട്ടിട്ടുള്ളത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വില്ലേജിന്റെ അധിപന്റെ മകളായി ജനിച്ചിട്ടുള്ള ഒരു വനിത അവരവരുടെ ജീവിതത്തില് സൂക്ഷിച്ചിട്ടുള്ള ജീവിത മൂല്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ശീലമാക്കിയിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക അടിത്തറ, അതിന്റെ പേരിൽ വന്നിട്ടുള്ള ദാനശീലം, പ്രകൃതി സ്നേഹം, ഇതെല്ലാം കണ്ട് ആ നാട്ടിലെ ഒരു ഭരണാധികാരി ആ കുട്ടിയെ യഥാർത്ഥത്തിൽ ദത്തെടുക്കുന്നത് പോലെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്.